അസ്സലാമു അലൈക്കും. ഇന്ന് ഈ ഒരു ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്ത ഈ കാണുന്ന മോഡൽ കുർത്തിയുടെ കട്ടിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഫാബ്രിക് ഒന്ന് ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നെക്ക് വിട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഷോൾഡർ ഒരു 3 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ മൊത്തം 6.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ ലെന്ത് നമുക്കൊന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്തി നോക്കാം. ഇനി നമുക്ക് ആം ഹോൾ ലെന്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ചാണ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ 2 പോയിന്റുകളും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ആം ഹോൾ റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്തി അളന്ന് നോക്കാം. 9.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ 9 ഇഞ്ചാണുള്ളത്. 1/2 ഇഞ്ച് നമുക്ക് ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് 1/2 ഇഞ്ചും കൂടെ കൂടുതലായിട്ട് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ചും തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ആം ഹോൾ ലെന്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി എടുക്കുക. 3.25 ഇഞ്ചാണ് വരുന്നത്. ഇനി ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ 2 പോയിന്റും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ആം ഹോളിൻ്റെ ലെന്ത് നമുക്കൊന്ന് അളന്ന് നോക്കാം. 9.5 ഇഞ്ച് വരുന്നുണ്ടോ എന്ന്. ഇപ്പോൾ കറക്റ്റ് 9.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെന്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 13.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെന്തായിട്ട് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ 2 സൈഡിലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 34 അതിൻ്റെ 4-1 ഭാഗം ആവുമ്പോൾ 8.5 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ലെന്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഹിപ്പിൻ്റെ ലെന്ത് വരുന്നത് 21.5 എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്കെയിൽ വെച്ച് സ്ട്രൈറ്റ് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഹിപ്പിൻ്റെ റൗണ്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഹിപ്പ് റൗണ്ട് വരുന്നത് 44, അതിൻ്റെ 4-1 11 ഇഞ്ച്. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അവിടെ വേണ്ടത്. സ്ലിറ്റ് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചാണ് വേണ്ടത്. അതിനുശേഷം ഈ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് പോയിൻ്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി കുർത്തിയുടെ ഫുൾ ലെന്തെന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 43 ഇഞ്ച് ലെന്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയർ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ച് അതും അടയാളപ്പെടുത്തിയതിന് ശേഷം സ്കെയിൽ വെച്ച് ഇതുപോലെ നീളത്തിൽ ഒന്ന് വരച്ചെടുക്കുക. ലൈനിങ്ങിൽ ഇപ്പോൾ മെഷർമെൻ്റ് എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുർത്തിയിൽ ഫ്രണ്ട് കൈക്കുഴി എങ്ങനെയാണ് കുഴിച്ചു വെട്ടുന്നതെന്ന് നോക്കാം. 2 മെത്തേഡ് ഉണ്ട്. ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ചും ബൈസെപ്സ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ 3 ലൈനും കൂടി ചേർത്തൊന്ന് വരച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ഇനി വേറൊരു രീതിയും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തിയ അടുത്ത് നിന്നും ഒരു 3/4 ഇഞ്ച് അകത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ച് വരച്ചു കൊടുക്കുക. ഈ 3/4 ഇഞ്ചിലോട്ട് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. 6.5 വരുമ്പോൾ അതിൽ 3.25 വരുന്നത്. അതൊന്ന് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ചെസ്റ്റ് റൗണ്ടും ഈ സെൻറ്ററും തമ്മിൽ ആം ഹോൾ കർവ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചേർത്ത് വരയ്ക്കുക.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം വരച്ചത് രണ്ടാമത് വരച്ചതും ഒരേ പോയിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി വരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മെയിൻ ലൈനിങ് ക്ലോത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ക്ലോത്തിൻ്റെ കട്ടിങ് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.